ശരിക്കും നിങ്ങൾ ബോധവാനാണെങ്കിൽ, ശരിയും തെറ്റും തിരിച്ചറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയതയുണ്ട്. നിങ്ങൾ ബോധവാനല്ലെങ്കിൽ നിങ്ങൾ ഭൗതികനാണ്. ഇതൊക്കെ തിരിച്ചറിയാനായി എപ്പോഴും മനസ്സിനെ ശാന്തമാക്കാനും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാനും ചിന്തിക്കുന്നതിലും അപ്പുറം നിങ്ങൾ ആത്മീയതയെ തിരിച്ചറിയാനും ശ്രമിക്കണം. അനന്തമായ ചിന്തകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കണം. ഉറക്കമുണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ മനസ്സ് ദിവസത്തിലെ ഓരോ മണിക്കൂറും ചിന്തകളിലാണ്. ഈ ചിന്തകളിൽ ഭൂരിഭാഗവും അർത്ഥശൂന്യമായ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗശൂന്യമായ ചിന്തകൾ തന്നെയാണുള്ളത്. അത് മനസ്സിലേക്ക് ഉയർന്നു വന്ന് അത് നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിർത്താതെയുള്ള മനസ്സിൻ്റെ ഈ പ്രവർത്തനം നമ്മുടെ ശാന്തതയെ തടസ്സപ്പെടുത്തുകയും ആന്തരികമായി നമ്മുടെ സമാധാനം കെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അമിതമായി ചിന്തിക്കേണ്ടതില്ല. ഉദാഹരണത്തിനായി നമ്മൾ വീട്ടിനുള്ളിലാണെന്ന് കരുതുക. ആ സമയത്തുണ്ടാകുന്ന കൊടുങ്കാറ്റ്, ശക്തമായ മഴ, ഇടിയും മിന്നലും ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ വീട്ടിനുള്ളിലാകുമ്പോൾ അതിൽ നിന്നെല്ലാം നാം സംരക്ഷിച്ച് നിർത്തുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതാണ് നമ്മുടെ ആ ഒരു സുരക്ഷിതത്വം, ആ ഒരു തോന്നൽ. അതുപോലെ തന്നെയാണ് ശക്തമായ മനസ്സും. ഒരു വീടിൻ്റെ സുരക്ഷിതത്വം തന്നെയാണ് നമ്മുടെ മനസ്സും നമുക്ക് നൽകുന്നത്. നിരന്തരമായ ഉത്കണ്ഠ, നമ്മുടെ ആകുലത, അസ്വസ്ഥത, സമ്മർദ്ദം, ദേഷ്യം എന്നിവയിൽ നിന്നെല്ലാം നമ്മെ സംരക്ഷിക്കുന്നത് നമ്മുടെ ശാന്തമായ മനസ്സ് എന്ന വീട് തന്നെയാണ്. മനസ്സൊന്ന് ശാന്തമാക്കി നോക്കൂ, നമ്മുടെ വികാരങ്ങളും ശാന്തമാകും. പ്രകോപനങ്ങളിൽ നിന്നും പ്രക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തും നമ്മളെ. മൂർച്ചയുള്ളതും ഏകാഗ്രവുമായ മനസ്സ് നിരന്തരമായി വ്യർത്ഥമായി ചിന്തിച്ചു നിൽക്കുകയേയില്ല. അത് സംസാരിക്കില്ല. ശാന്തമായ മനസ്സാണെങ്കിൽ അത് ആത്മനിയന്ത്രണവും സമനിലയും കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ മനസ്സ് മാത്രമാണോ? അല്ല, മനസ്സിനപ്പുറത്ത് ബോധം എന്നുണ്ട്. മനസ്സിന്റെ അധിപൻ നമ്മുടെ ബോധം തന്നെയാണ്. ഇതിനൊക്കെയായി വിശ്വനാഥ, അങ്ങ് ഞങ്ങളിൽ അംശമായി വസിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് ബോധവും നല്ല മനസ്സും നന്മയും നൽകണമേ. മനോഹരമായ ഈ ലോകത്തിന്റെ അധിപനാണ് അങ്ങ്. അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഭഗവാനെ, അങ്ങയുടെ സ്നേഹം എല്ലാ സമയത്തും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ആരാണെന്നും എങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കണമെന്നും അങ്ങേക്കറിയാം. അങ്ങയോട് അടുക്കും തോറും ഞങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമാകുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരണമേ. ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ തന്നെ നിയന്ത്രണത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി മാത്രം മാറ്റണമേ.